أحسن مجاورة من جاورك تكن مسلما. നിന്നോട് അയൽപക്കം കെട്ടുന്നവർ, സഹവാസം കെട്ടുന്നവർ ആരായാലും അവരോട് നീ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. എങ്കിൽ തക്കുൻ മുസ്ലിം, നീ മുസ്ലിമായി തീരും. നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അയൽവാസി, അവരോട് മാത്രമല്ല നമുക്ക് കടമയുണ്ട്. നമ്മൾ എവിടെ പോയാൽ നമ്മുടെ ജിവാറിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നമ്മൾ ഇഹ്സാൻ ചെയ്യണം. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന സീറ്റിലിരിക്കുന്ന വ്യക്തി, അയാളോട് നമ്മൾ ഇഹ്സാൻ ചെയ്യണം. നമ്മൾ പരമാവധി സീറ്റ് ഉപയോഗപ്പെടുത്തി അയാളെ എടുക്കുന്നതിന് പകരം അയാൾക്കും ഇഹ്സാൻ ചെയ്യണം. അതും ഈ ഹദീസിന്റെ പരിധിയിൽപ്പെടും. അതുപോലെ നമ്മൾ പള്ളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നയാൾക്ക്, ആരാണോ നമ്മുടെ അയൽപക്കം കെട്ടുന്നവർ, അവരോടൊക്കെ നമുക്ക് ഇഹ്സാൻ ചെയ്യണം. എങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളായി തീരും, യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരും. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കക്കാരോട്, അയൽവാസികളോട് അവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പരിപൂർണരായും മോചിതരാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾ തന്നെ പരിപൂർണ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ നമുക്ക് ആ രൂപത്തിൽ ഒരു നിലക്കും ഒരു ബുദ്ധിമുട്ടും അയൽവാസികൾക്ക് ഉണ്ടാകരുത് എന്ന കർശന നിയമം ജീവിതത്തിൽ കൊണ്ടു നടന്നവരായി മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ കൂടെ മഹാനവറുകളോട് ഒരാൾ സങ്കടം വന്ന് പറഞ്ഞു, എന്റെ അയൽവാസി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ട്, പക്ഷെ അയാൾ എന്നോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ഞാൻ എന്ത് ചെയ്യണം? മഹാനവറുകൾ പറഞ്ഞു കൊടുത്ത മറുപടി, അദ്ദേഹം നിന്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് എതിരെ പ്രവർത്തിച്ചവനാണ്, ധിക്കാരി പ്രവർത്തിച്ചവനാണ്. പക്ഷേ അവന്റെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ വഴിപ്പെട്ടോളണം. അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് നീ അവനോട് നന്മ ചെയ്യണം. അവൻ നിന്നോട് എന്ത് ചെയ്യുന്നു എന്ന് നോക്കേണ്ടതില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മനുഷ്യന് ഉപദേശം കൊടുത്തു എന്ന് മനസ്സിലാക്കി. താബഈങ്ങളിൽ പ്രമുഖനായ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സമീപത്തിരിക്കുന്ന സന്ദർഭം അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങളുടെ ഒരു ഭൃത്യൻ അദ്ദേഹത്തിന്റെ ആടിനെ അറുത്ത് അതിനെ തോല് കീച്ചിക്കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ പറഞ്ഞു, ഇറച്ചി വെട്ടി ശരിയാക്കി കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അയൽപക്കക്കാരനായ യഹൂദിനെ കൊണ്ട് നീ ആരംഭിക്കണം വിതരണം. യഹൂദിയായ നമ്മുടെ അയൽവാസിയെ കൊണ്ട് ആരംഭിക്കണം. മുജാഹിദ് തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? യഹൂദിയായ അയൽവാസിക്ക് ആദ്യം കൊടുക്കണം എന്ന് പറയാൻ കാരണം? അപ്പോ ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി റസൂലുള്ളാഹി തങ്ങളുടെ ഒരു വാക്കാണ്, മാസാല ജിബ്രീലു യൂസിനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയവരിഥുഹു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസികളുടെ കടമകളെ കുറിച്ച് എന്നോട് വാചാലനായിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം ഞാൻ വിചാരിച്ചു എനിക്കുള്ള എന്റെ സ്വത്തിൽ അദ്ദേഹത്തിന് ആ അയൽവാസിക്ക് അനന്തരാവകാശം പതിച്ചു നൽകുമോ എന്ന് ഞാൻ വിചാരിച്ചു. ആ രൂപത്തിൽ അയൽവാസികളോടുള്ള കടമകളെ കുറിച്ച് ധാരാളമായി ജിബ്രീൽ എന്നോട് വാചാരമായി സംസാരിച്ചു എന്ന റസൂലുള്ളാഹി തങ്ങളുടെ പ്രസിദ്ധമായ ആ ഹദീസാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ തങ്ങൾ അദ്ദേഹത്തിന് മറുപടിയായി നൽകിയത്. അപ്പോൾ വലിയ കടമകൾ നമുക്കുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, നമ്മൾ അയൽവാസികൾക്ക് കാറ്റിന്റെ ഗതിക്ക് തടസ്സമാകുന്ന രൂപത്തിൽ ബിൽഡിംഗ് പോലും കെട്ടാൻ പാടില്ല. നമ്മുടെ വീട് അത് അവർക്ക് ശുദ്ധവായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുന്ന രൂപത്തിൽ
വീട് പോലും പണിയാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പഴങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബേക്കറി കൊണ്ടുവരികയാണെങ്കിൽ, ഫാക്കിഹത്ത് എന്നാണ് പറയുന്നത്, പഴങ്ങൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നമ്മൾ പരസ്യമായി കൊണ്ടുവരുമ്പോൾ അതിൽ നമ്മുടെ അയൽവാസിക്ക് നമ്മളൊരു പങ്ക് നൽകണം. നമുക്കതിന് നൽകാൻ കഴിയില്ല, വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ നമ്മളത് രഹസ്യമായി കൊണ്ടുവരണം. അയൽവാസികളോടുള്ള കടമയിൽപ്പെട്ടതാണ്. അവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കാൻ പാടില്ല. അവർ വരുന്നതും പോകുന്നതും ഒക്കെ ജനലിലൂടെ ഇങ്ങനെ നോക്കി അവരെ നിരീക്ഷിക്കുന്നതും അവരറിയാതെ കട്ടു നോക്കുന്നതും അതൊന്നും തന്നെ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. അവർക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ സന്ദർശിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും വേണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞാൽ അതിൽ നിന്ന് അവരെ മുക്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ സന്ദർശിക്കണം. അവർക്ക് വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ, വല്ല പ്രയാസങ്ങളും വന്നാൽ അവരെ ആശ്വസിപ്പിക്കണം. അവരിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ഇതൊക്കെ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്ത് നമ്മളോട് അയൽപക്കം കെട്ടുന്നവർ, നമ്മൾ നടക്കുമ്പോൾ നമ്മളോട് അയൽപക്കം കെട്ടുന്നവർ, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളോട് അയൽപക്കം കെട്ടുന്നവർ, പള്ളിയിൽ ഇരിക്കുമ്പോൾ, മറ്റു യാത്രകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റെവിടെ പോകുമ്പോഴും നമ്മൾ ആരോടൊക്കെ സഹവാസം കെട്ടുന്നുവോ അവരോടൊക്കെ നമ്മൾ ഇഹ്സാൻ ചെയ്യുമ്പോഴേ നമ്മൾ പരിപൂർണമായ മുഅ്മിനീങ്ങളായി തീരുകയുള്ളൂ. അതാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അഹ്സിൻ മുജാവറതക മൻ ജാവറക. നിന്നോട് അയൽപക്കം കെട്ടുന്നവർ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ നീ ഇഹ്സാൻ ചെയ്തോളണം. തകുൻ മുസ്ലിമൻ, എന്നാൽ നീ ഒരു പരിപൂർണമായ മുസ്ലിമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണരായ മുഅ്മിനീങ്ങളായി തീരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുണം ചെയ്ത്, അയൽവാസികൾക്കൊക്കെ നന്മ ചെയ്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ പാഠം വിതരണം ചെയ്ത്, പ്രസരണം ചെയ്ത്, റാഹത്തോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പുതുറയിലേക്കൊക്കെ സഹായിച്ചവർ, അതുപോലെ സഹകരിക്കുന്നവർ, നമ്മുടെ ഒരുപാട് സംഭാവനകൾ, സഹായങ്ങൾ അഭ്യർത്ഥിച്ചപ്പോൾ അതിലേക്കൊക്കെ